കേസിലെ ശിക്ഷാവിധി വൈകിട്ട് 3:30 1.5 മണിക്കൂറോളം നീണ്ട വാദത്തിന് ശേഷമാണ് കോടതി വിധി പറയുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഒന്നാം പ്രതി ഒഴികെയുള്ളവർക്കെതിരെ കൂട്ടബലാത്സംഗ കുറ്റം ബാധകമാകുമോ എന്ന് കോടതി ചോദിച്ചു. എല്ലാ പ്രതികളും തുല്യ കുറ്റക്കാരാണെന്ന് പ്രോസിക്യൂഷൻ മറുപടി നൽകി. ദയ യാചിച്ചും പൊട്ടിക്കരഞ്ഞുമാണ് പ്രതികൾ കോടതിക്ക് മുന്നിലെത്തിയത്. കുടുംബത്തെയും സാഹചര്യങ്ങളെയും ഓർത്ത് പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടു. അതിനിടെ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നടൻ ദിലീപ് കോടതിയെ സമീപിച്ചു. വിവരങ്ങളുമായി ശ്യാം ദേവരാജും ലേബി സജീന്ദ്രനും റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം ദേവരാജ്, ഇന്നത്തെ കോടതി നടപടികളിൽ നമ്മൾ കണ്ടത് എന്തൊക്കെ? കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷാവിധിയിലാണ് വാദം പൂർത്തിയായത്. 3:30 ശിക്ഷ പ്രഖ്യാപിക്കും. അത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയാക്കി ശിക്ഷ പ്രഖ്യാപിക്കാനായി മാറ്റുകയും ചെയ്തത്. 3:30 ആ നിർണായകമായ ശിക്ഷാവിധി വരുന്നത്. ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ഉള്ള 6 പ്രതികൾ, അവർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമോ അതോ ജീവപര്യന്തമോ അതിൽ കുറഞ്ഞ ശിക്ഷയായിരിക്കുമോ എന്ന കാര്യമാണ് ഉറ്റുനോക്കുന്നത്. ഇതിൽ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം, ഇതിൽ നിരവധിയായ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ഈ എല്ലാ പ്രതികൾക്കും 6 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകുന്ന തന്നെ കൂട്ടബലാത്സംഗ കുറ്റത്തിന് നൽകണമെന്നതാണ്. അത് പൾസർ സുനി ഉൾപ്പെടെയുള്ള എല്ലാ ഈ പ്രതികൾക്കും അഡ്വക്കേറ്റ് രാജകുമാറിന്റെ പ്രോസിക്യൂഷന്റെ പ്രതികരണം തേടാൻ ശ്രമിക്കുകയായിരുന്നു ലേബി സജീന്ദ്രനും സംഘവും. 3:30 ശിക്ഷ. 6 പ്രതികൾക്കും കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണ് എന്നതാണ് അറിയേണ്ടത്. ലേബി സജീന്ദ്രൻ, പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷയാണ് വാദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോടതി പിരിഞ്ഞോ ശിക്ഷാവിധിക്കായി? ശിക്ഷാവിധിക്കായി ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. പ്രോസിക്യൂട്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള പ്രതികരണമാണ് സുജയ കണ്ടത്. അതിനിടയിൽ ഞാനൊരു വൈകാരികമായ കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ സുജയ. ഇന്ന് PT തോമസിന്റെ 75ാം ജന്മദിനമാണ്. ആ ജന്മദിനത്തിലാണ് വളരെ നിർണായകമായ ഈ വിധി പ്രസ്താവം വരാൻ പോകുന്നത്, ശിക്ഷ വിധിക്കാൻ പോകുന്നത്. PT തോമസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് വെളിച്ചം കാണുമായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ ഇതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇതുവരെയുള്ള വാദങ്ങളെല്ലാം പൂർത്തിയാക്കി ഓരോരുത്തരായി കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പ്രോസിക്യൂട്ടറാണ് നേരത്തെ പോയത്. ഈ ഘട്ടത്തിൽ അകത്തു നിന്ന് ഒരു വാതിൽ വഴിയാണ് ഇത്തരത്തിലുള്ള അഭിഭാഷകരുടെയും എല്ലാം വാഹനങ്ങൾ കടന്നു വരുന്നത്. 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദമാണ് ഇപ്പോൾ കോടതിക്കുള്ളിൽ കണ്ടത്. ലേബി സജീന്ദ്രനാണ് കോടതിക്ക് പുറത്തുനിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. പ്രതികരണം കൂടി കടന്നുപോയിരിക്കുകയാണ്. നേരത്തെ പ്രോസിക്യൂട്ടർ നേരത്തെ പറഞ്ഞത് സുജയ പറഞ്ഞോളൂ. സുജയ, 1.5 മണിക്കൂറോളം നീണ്ട പ്രതിവാദങ്ങളാണ് കോടതി മുറിക്കുള്ളിൽ നടന്നത്. നേരത്തെ 11 മണിയോടെ ഇങ്ങോട്ട് പ്രതികളെ 10:45 എത്തിച്ചു. 11 മണിയോടെ നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു. അതിനുശേഷം നടന്ന വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ കൃത്യമായി അതിന് കോടതി മുറിക്കുള്ളിൽ നിന്ന് സാക്ഷ്യം വഹിച്ചതാണ്. പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ശിക്ഷയിൽ ഇളവ് നൽകണം എന്ന് ഓരോ കുടുംബ പശ്ചാത്തലവും മറ്റ് ദയനീയ കാര്യങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകർ ഓരോരുത്തരായി. ഏതായാലും 6 പ്രതിഭാഗ അഭിഭാഷകരുടെയും വിശദമായ വാദം കേട്ടു. തീർച്ചയായും 11:30 മുതൽ 1 മണി വരെ നീണ്ടുനിന്ന വാദമാണ് നമ്മൾ കണ്ടത്. റോഷിപാൽ 6 പേരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അവർക്കുള്ള ശിക്ഷയിന്മേൽ വാദം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം നിർണായകമാണ് ഈ ശിക്ഷാവിധി? സുജയത്തിൽ ഏറ്റവും പ്രധാനമാകുന്നത് 8.25 വർഷത്തിന് ശേഷം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ 6 പ്രതികളെ കോടതി ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ എന്തായിരിക്കുമെന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. 10 പ്രതികളെയാണ് അതിൽ നേരത്തെ പ്രോസിക്യൂഷൻ കണ്ടെത്തുന്നത്. ആ 10 പ്രതികളും ശിക്ഷയിൽ നേരിട്ട് പങ്കാളികളാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പക്ഷേ അതിലെ 4 പ്രതികളെ 8ാം പ്രതിയായി പ്രോസിക്യൂഷൻ പറഞ്ഞ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ ഒഴിവാക്കി 6 പ്രതികൾ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തുന്നു. അവർ കൂട്ടബലാത്സംഗ കേസിലെ ആണ് കുറ്റകൃത്യം ചെയ്തത് എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നു. ഇനി അവർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും അപ്പീൽ പോകാനുള്ള തയ്യാറെടുപ്പ് പ്രോസിക്യൂഷൻ നടത്തിക്കഴിഞ്ഞു. ഇനി വിധി പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയിൽ എത്തിക്കാനുള്ള നീക്കമായിരിക്കും നടത്തുക. അതിൽ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. എല്ലാ പ്രതികളും ഈ കൂട്ടബലാത്സംഗ കേസിന്റെ ഭാഗമാണ്, ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണം, ജീവപര്യന്തം തന്നെ നൽകണം എന്ന നിലപാടിലേക്ക് പ്രോസിക്യൂഷനും എത്തുന്നു. ഏതായാലും വളരെ വിശദമായ വാദങ്ങൾക്കൊടുവിലാണ് 3:30 ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. ശിക്ഷ എന്തായിരിക്കും എന്നതിനനുസരിച്ചായിരിക്കും ഇനി പ്രോസിക്യൂഷന്റെ തുടർ നീക്കങ്ങൾ ഏറ്റവും പ്രധാനമാകും. കാരണം ജീവപര്യന്തം വേണമെന്ന, ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം അവർ ചെയ്തു എന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല
സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു ശിക്ഷ ഇവർക്ക് നൽകണമെന്ന് തന്നെയാണ്. കാരണം സമാനതകളില്ലാത്ത കുറ്റകൃത്യമാണ്. 2 മണിക്കൂറിലേറെ കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടന്ന ക്രൂരമായ പീഡനമാണ്. ആ പീഡനത്തിന്റെ സുപ്രധാനമായ തെളിവുകളടക്കം അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തതാണ്. പീഡനം മാത്രമല്ല, പീഡിപ്പിച്ച് ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം കൊച്ചിയിൽ 2017 ഫെബ്രുവരി 17 നടന്നതാണ്. ആ കേസിലാണ് ഇപ്പോൾ ശിക്ഷ പറയുന്നത്. അത് പൾസർ സുനി അടക്കമുള്ള മാർട്ടിനും വിജീഷും പ്രദീപും ഉൾപ്പെടെയുള്ള സലീം അടക്കമുള്ളവർക്കാണ് അതിൽ കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയത്. അന്ന് വാഹനം ഓടിച്ച വിജീഷും പൾസർ സുനിയുമാണ് ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ വിജീഷിനൊപ്പം മാർട്ടിൻ അടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രതികൾ ഗൂഢാലോചന നടത്തുന്നു. ആ ഗൂഢാലോചനയിൽ പ്രധാനി സൂത്രധാരൻ ദിലീപാണെന്ന് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പറയുന്നു. അതുകൊണ്ട് ഇനി ഈ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, വിധി പകർപ്പ് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അന്വേഷണ സംഘം അടക്കമുള്ളത്. അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ നിലപാട് പറഞ്ഞു. ഇതിൽ യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. ഏതായാലും ഈ വിധി പ്രഖ്യാപനം മുഴുവൻ വായിച്ചതിന് ശേഷം, വിധിയുടെ പകർപ്പ് മുഴുവൻ വായിച്ചതിന് ശേഷം അഭിപ്രായം പറയണം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അതിനപ്പുറത്തേക്ക് കോടതി അലക്ഷ്യ പ്രഖ്യാപനം ആ തരത്തിൽ പരാമർശങ്ങൾ നടത്തിയാൽ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് കോടതി കടക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് ഇനി ആ വിധി പ്രഖ്യാപനത്തിന് കാത്തിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ വിധിയുടെ പകർപ്പിൽ എന്തൊക്കെയാണ് ഈ കോടതിയുടെ നിരീക്ഷണം എന്നതാണ് ഏറ്റവും പ്രധാനമാവുക. എന്തുകൊണ്ട് 4 പ്രതികൾ, അത് 8ാം പ്രതിയായി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ടു എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ വിധി പകർപ്പിലുണ്ടാകും. അതിനൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ 6 പ്രതികൾ കുറ്റക്കാരാണ്, അവർ എന്താണ് ഗൂഢാലോചന നടത്തിയത്, അവർക്ക് എന്തായിരിക്കും ശിക്ഷ നൽകുന്നത്, എന്തുകൊണ്ട് ആ ശിക്ഷ അവർക്ക് നൽകി, എന്തുകൊണ്ട് 4 പ്രതികളെ ശിക്ഷിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഉത്തരം, അത് കോടതിയുടെ നിരീക്ഷണം ആ വിധിയിലുണ്ടാകും. അതുകൊണ്ട് ഇനി പ്രോസിക്യൂഷന്റെ തുടർ നീക്കങ്ങൾ, അതിജീവിതയുടെ തുടർ പോരാട്ടങ്ങൾക്കും ഏറ്റവും പ്രധാനമാവുക ഈ കോടതിയുടെ ശിക്ഷാവിധിയായിരിക്കും. ഈ കോടതിയുടെ വിധിയുടെ പകർപ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് 3:30-ക്കുള്ള വിധി പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. രാജ്യം ഉറ്റുനോക്കുകയാണ് കോടതിയുടെ നടപടികൾ ഒന്നാകെ. കാരണം ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ എത്തിയ അതിജീവിതയുടെ പോരാട്ടമാണ്. 8.25 വർഷം നീണ്ട പോരാട്ടമാണ്. ആ വർഷത്തിനിടയിൽ ഈ കേസിൽ പ്രതികൾക്കെതിരെ നിരവധി തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് 8ാം പ്രതിയായ ദിലീപ് റിപ്പോർട്ടറിനെതിരെ കോടതി അലക്ഷ്യ ഹർജിയുമായി വിചാരണ കോടതിയെ സമീപിച്ചത്. 1-ൽ കൂടുതൽ തവണ റിപ്പോർട്ടർ ടിവിക്കെതിരെ പലതരത്തിലുള്ള കേസുകൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടായതാണ്. കാരണം ഈ കേസിൽ പ്രതികൾക്കെതിരെയുള്ള നിരവധി തെളിവുകൾ പല ഘട്ടങ്ങളിലായി ഡിജിറ്റൽ തെളിവുകളടക്കം റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ്. അതൊക്കെ പൊതുവിടത്തിൽ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ നേരത്തെ, അതിപ്പോഴല്ല കോടതി അലക്ഷ്യ ഹർജി വന്നത്, വളരെ നേരത്തെ വന്ന ഹർജികളാണ്. റിപ്പോർട്ടറിനെതിരെ നിരവധി അല്ലാത്ത കേസുകൾ തന്നെ നൽകിയിരുന്നു. റിപ്പോർട്ടറിനെ വിശ്വാസം തകർക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പോരാട്ടം, അതിജീവിത പോരാട്ടം നടത്തുമ്പോൾ അതിനൊപ്പമായിരുന്നു റിപ്പോർട്ടർ. ആ പോരാട്ടത്തിനൊപ്പം നടക്കുകയായിരുന്നു ഇന്ന് വരെ ആ റിപ്പോർട്ടർ ചെയ്തത്. ഇനി അതിജീവിത വീണ്ടും പോരാട്ടത്തിലേക്ക് കടക്കുന്നു. ആ വിധി പകർപ്പ് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ അത് വളരെ വിശദമായി പരിശോധിച്ച് പ്രോസിക്യൂഷൻ ആ തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് വിധിയിലെ പരാമർശങ്ങൾക്ക്, കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം രാജ്യം ഇതുവരെ കാണാത്ത, സമാനതകളില്ലാത്ത ഒരു കൊട്ടേഷൻ ബലാത്സംഗം എന്നായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത്. പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചത് അങ്ങനെയായിരുന്നു. തെളിവുകളുടെ അഭാവത്തിലാണോ, എന്ത് സാഹചര്യത്തിലാണ് കോടതി 4 പ്രതികളെ, ഈ കൊട്ടേഷന്റെ സൂത്രധാരൻ എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ 8ാം പ്രതി ദിലീപിനെ അടക്കം